നമ്മൾ നേരെ പാലക്കാട്ടേക്ക് ഒന്നുകൂടി പോകുന്നു. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണല്ലോ, പക്ഷേ സ്ഥാനാർത്ഥികളുടെ ഓട്ടത്തിനൊന്നും ഒട്ടും കുറവില്ല. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ റിപ്പോർട്ടറുമായി വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊന്ന് കാണാം. 3 സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചാരണ ദിവസം റിപ്പോർട്ടറിൽ. നിയമസഭയിലേക്ക് പാലക്കാടിന്റെ ഒരു കുതിപ്പുണ്ടാകും. ആ കുതിപ്പിന്റെ ഭാഗമാകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. 2 മുന്നണികളും മുസ്ലിം ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കായിട്ട് കാണുന്നു. ഞങ്ങൾ അവരോട് പറയുന്നത് ഡെവലപ്മെൻറ്റാണ്. ആ ഡെവലപ്മെൻറ്റിൻ്റെ പേരിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 2 മുന്നണികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ഇത്തവണ ഞങ്ങളുടെ കൃത്യമായി ജനങ്ങൾക്ക് അറിയാമല്ലോ. ജനങ്ങൾ പറയുന്ന കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യം വന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ വെളിച്ചത്തിനാണല്ലോ ജനം വോട്ട് ചെയ്യുക. നമ്മൾ ജനങ്ങളോട് നേരിട്ടല്ലേ പറയുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളത് വിശ്വസിക്കും. എല്ലാ സ്ഥലങ്ങളിലും എത്തുക തന്നെയാണ്, എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. മുന്നണികളുടെ ക്യാമ്പുകളിലേക്ക് നമ്മുടെ പ്രതിനിധികൾ പോയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷ എന്താണ്, വിശകലനം എന്താണ്, അവസാന വട്ടത്തിൽ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നിരീക്ഷിക്കാനായി നമ്മുടെ ടീം അവിടെ എത്തിയിട്ടുണ്ട്. UDF ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് അലമീനാണ്. NDA ക്യാമ്പിൽ സായ്കുമാറുണ്ട്. ഒപ്പം LDF ക്യാമ്പിൽ സാനിയോ മനോമിയുമുണ്ട്. ഗുഡ് ഈവനിങ് ഗൈസ്. നമുക്ക് UDF ക്യാമ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അലമീൻ, ഗുഡ് ഈവനിങ്. വിവാദങ്ങളൊക്കെ ധാരാളം വന്നതാണ്. അതിനെല്ലാം മറികടന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒന്ന് സെറ്റിൽ ഡൗൺ ആകാമെന്ന് വിചാരിക്കുമ്പോൾ ദാ വരുന്നു ഒരു പരസ്യം കൂടി. അവസാന മണിക്കൂറുകളിൽ എവിടെയാണ് സ്ഥാനാർത്ഥി, എങ്ങനെയാണ് പ്രചാരണം? അമീൻ. സുജ, സ്ഥാനാർത്ഥി ഇന്നും ഈ വീടുകൾ കയറിയുള്ള പ്രചരണത്തിലാണ്. ഭവന സന്ദർശനം, അതുപോലെ തന്നെ കടകൾ കയറി, വ്യാപാര സ്ഥാപനങ്ങൾ കയറിയൊക്കെ ആളുകളെ കാണുന്ന തിരക്കിലാണ്. ഇതിനിടയിൽ ഇന്നിപ്പോൾ ഈ പത്രപരസ്യ വിവാദവുമായി ബന്ധപ്പെട്ട് വന്ന് അതിനോടും പ്രതികരിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് നേതാക്കളുമായി DCC ഓഫീസിൽ ചെറിയൊരു കൂടിക്കാഴ്ചയും മറ്റുമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ, ഈ പരസ്യ വിവാദത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്ന് തന്നെ പരാതി നൽകുമെന്ന് ഷാഫി പറമ്പിൽ തൊട്ടു മുന്നേ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീണ്ടും വോട്ടർമാരിലേക്ക് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരത്തെ എത്തിയ സ്ഥലങ്ങൾ, എത്താൻ വിട്ടുപോയ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈ സന്ദർശനത്തിന്റെ വോട്ട് ചോദിച്ച് വരുന്നതിനിടെ കുറച്ചു സമയം മാത്രം എത്താൻ പറ്റിയ ഇടങ്ങൾ, അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും സന്ദർശനം നടത്തുന്നത്. അതോടൊപ്പം ഈ ആടി ഉലഞ്ഞു നിൽക്കുന്ന, ചാഞ്ചാടി നിൽക്കുന്ന വോട്ടർമാരുണ്ട്, അവരുടെ വോട്ടുകളൊന്ന് ഉറപ്പിക്കുക. അതുപോലെ തന്നെ മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തെയും പ്രധാനപ്പെട്ട ആളുകളെ എന്ന് പാർട്ടിയുടെ പ്രാദേശിക ഭാരവാഹികളും നേതൃത്വവും ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ, അവരുടെ വീടുകളിലെത്തി അവരെ നേരിട്ട് കാണുക. അത്തരത്തിലുള്ള പ്രചരണമാണ് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7:30 ഇന്നത്തെ സന്ദർശനം ആരംഭിച്ചതാണ്. 2 മണിക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തു, ഒരു 3 മണി വരെ വിശ്രമിച്ചു. 3:30 ശേഷം വീണ്ടും ഭവന സന്ദർശനം രാഹുൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ വേണ്ടി നമ്മൾ DCC ഓഫീസിന് മുന്നിലേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ രാഹുലിന്റെ പ്രചരണം നമുക്ക് ലൈവായിട്ട് കാണിക്കാനാവില്ല. പക്ഷേ ഏതായാലും ഇപ്പോഴും തുടരുകയാണ് പല മേഖലകളിലും ആ പ്രചരണം. ഏത് പഞ്ചായത്തിലാണ്? പിരായിരിയിലാണോ, മാത്തൂരിലാണോ, കണ്ണാടിയിലാണോ? സുജി, അങ്ങനെ സുജയ, ഇങ്ങനെ ഇന്ന പഞ്ചായത്ത് എന്ന് കേന്ദ്രീകരിച്ചല്ല, ഈ പ്രാദേശിക നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശങ്ങൾ, ഒരു പഞ്ചായത്തിൽ എത്തിയാൽ തന്നെയും അവിടുത്തെ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമെന്ന് പ്രാദേശിക നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന, ആവശ്യപ്പെടുന്ന ഇടങ്ങൾ സന്ദർശിച്ചിട്ട് പിന്നെ കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കും പോകും. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേകമായ പ്രദേശത്തല്ല നടത്തുന്നത് എന്നുള്ളതാണ്. തിരിച്ചെത്താം അലമീൻ. നമുക്കൊന്ന് മറ്റു ക്യാമ്പുകളിലേക്ക് കൂടി പോകാം. സായ്കുമാറും സാനിയയും തയ്യാറാണ്. സാനിയ,